ഹല്ലേലൂയ. ഇന്ന് വചനത്തിലേക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. കൊലോസ്യർ ചാപ്റ്റർ 2 വേഴ്സ് 10. ഹല്ലേലൂയ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആരില്ല? ക്രിസ്തുവിൽ. ഹല്ലേലൂയ. നമ്മൾ പരിപൂർണരായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മള് അതിനകത്ത് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അത് ആ പരിപൂർണ്ണ നമുക്ക് വെളിപ്പെടണം. നമ്മൾ എന്താന്ന് വെച്ചാൽ ഐഡന്റിറ്റി എന്ന് പറയും. നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലേ? ഇവിടെ പറഞ്ഞേക്കുന്നേ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായിരിക്കും പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞ അതോറിറ്റി നമ്മൾ തിരിച്ചറിയണം. എന്താ അവിടെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവന്. അപ്പൊ അതോറിറ്റി എന്താ? എല്ലാ വാഴ്ചയും അധികാരത്തിനും തലയാരാ? ക്രിസ്തുവ. അപ്പൊ അതോറിറ്റിയെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആ ഐഡന്റിറ്റി ആൻഡ് അതോറിറ്റി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഈ അനോയിന്റിങ്ങിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരാണ്? അപ്പൊ നമ്മൾ എവിടെ നിർത്തിയേക്കെന്ന് വെച്ചാൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. എന്തിനു നിർത്തിയേക്കുന്ന? ക്രിസ്തു എന്ന തലയോളം വളരാനാണ് നിർത്തിയേക്കുന്നത്. ഹല്ലേലൂയ. അല്ലേ? നമ്മളെല്ലാരും നമ്മൾ പറയുന്നത് ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണം. അപ്പൊ ഐഡന്റിറ്റി ആരാന്ന് തിരിച്ചറിഞ്ഞ് അതോറിറ്റി എന്താന്ന് തിരിച്ചറിഞ്ഞ് അഭിഷേകത്തിൽ നമ്മൾ എവിടെയാ നിൽക്കുന്നത് വെച്ചാൽ ക്രിസ്തുവിലാ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വളരുന്നത് വചനത്തിലാണ് വളരേണ്ടുന്നത്. ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനം വിട്ട് നിർത്തി ക്രിസ്തു തലയോളം വളരണമെന്ന് വെച്ചാൽ നമുക്ക് വളരാനായിട്ട് തന്നിരിക്കുന്നത് എന്താ വെച്ചാൽ വചനമാ തന്നേക്കുന്നത്. പക്ഷെ നമ്മൾ ഈ വചനത്തിൽ വളർന്നു വരുമ്പം നമ്മൾ എവിടെ ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടെ ഓപ്പറേറ്റ് ചെയ്യണ്ടേ? നമ്മൾ നിൽക്കുന്ന എവിടെയാ? ദൈവരാജ്യത്തിലാണ് നമ്മളെ ആക്കി വെച്ചേക്കുന്നത്. ദൈവരാജ്യത്തിൽ നിന്നുകൊണ്ട് ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ദൈവരാജ്യത്ത് നിന്നുകൊണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റൊരു വെളിപ്പാടും കൂടെ നമ്മൾ അറിയണം. ഹല്ലേലൂയ. ഇന്ന് പലരും അപ്പോസ്തലന്മാരാകാൻ, പ്രവാചകന്മാരാകാൻ, ഇടയന്മാരാകാൻ, സുവിശേഷകരാകാൻ, ടീച്ചേഴ്സ് ആകാനൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തൊരു പൊസിഷൻ നമുക്കുണ്ട്. ഇതിന്റെയൊക്കെ മേലെ ഒരു പൊസിഷൻ നമുക്കുണ്ട്. കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ആരായിട്ടാ വന്നതെന്ന് വെച്ചാൽ പുത്രനായിട്ടാ വന്നത്. അല്ലേ? ആ പുത്രത്വം നമ്മൾ എന്ന് തിരിച്ചറിയുന്നു, ആ പുത്രത്വത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ യഥാർത്ഥമായ ദൈവരാജ്യത്തിന്റെ താക്കോൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. പുത്രത്വം എന്ന് പറഞ്ഞാൽ പിതാവ് എങ്ങനെയായിരിക്കുന്നു അതുപോലെ പിതാവിന്റെ നാമം മഹത്വപ്പെടുന്ന, പിതാവിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുന്നതാണ് പുത്രത്വം. എന്ത് ചെയ്താലും പുത്രത്വം നിന്ന് പുത്രൻ എന്ത് ചെയ്താലും പിതാവിന്റെ നാമം മഹത്വപ്പെടും. കർത്താവ് യേശു ക്രിസ്തു ചെയ്തതൊക്കെയും പിതാവിന്റെ നാമം മഹത്വം എടുത്തു എന്നാ. അല്ലേ? പുത്രന്റെ സ്ഥാനം എവിടെയാണ്? പിതാവിന്റെ വലതു ഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു ഇപ്പം എവിടെ ഇരിക്കുന്നേ? പിതാവിന്റെ വലതു. നമ്മുടെ സ്ഥാനം എവിടെയാ? സെയിം സ്ഥലത്താണ് നമ്മുടെ സ്ഥാനം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ വചനത്തിലേക്ക് നമുക്ക് ആഴത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ആരാണ് എന്നുള്ളത് ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. രണ്ടാമത് നമുക്ക് എന്തൊക്കെ അതോറിറ്റി ദൈവം തന്നിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ക്രിസ്തുവിന് പലപ്പോഴും പലർക്കും ചില നമുക്ക് എന്തൊക്കെയോ കുറവ് സംഭവിച്ചിട്ടുണ്ടോ, നമ്മൾ പാപിയാണ്, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലപ്പോഴും ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ വരാറുണ്ട്. നമ്മളെന്താ ചെയ്തോ? ദൈവത്തിന് ഇപ്പം എനിക്കിപ്പം പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയുണ്ടോ? അത് ചെയ്യാനുള്ള യോഗ്യത. ഞാൻ നല്ല നമ്മുടെ ഒരു സഹോദരനുണ്ട്, പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഇവിടെ പനി പിടിച്ച് അസുഖം പിടിച്ച് അല്ലെങ്കിൽ നമുക്ക് നൂറെ ഭാരങ്ങളെ തലയെ കുത്തിയുടെ കിടക്കുമ്പോഴായിരിക്കും ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്. ആ ഒറ്റ വാക്ക് പ്രാർത്ഥനയിൽ അവിടെ ഹല്ലേലൂയ ഡെലിവറൻസ് നടക്കും. അപ്പൊ നമ്മുടെ കുറവുകളോ നമ്മുടെ ബലഹീനതകളോ അല്ലെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഭാരങ്ങളോ ഒന്നും ഹല്ലേലൂയ നമ്മുടെ അഭിഷേകത്തിലെ നമ്മുടെ അധികാരത്തെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രശ്നമില്ല. ഈ അധികാരം നമ്മൾ വെളിപ്പെടുന്നത് നമ്മൾ ആരെന്നതിലാണ്. നമ്മൾ നിൽക്കുന്ന ആ ഐഡന്റിറ്റിയിലാണ് നമുക്ക് അധികാരം വെളിപ്പെടുന്നത്. അല്ലേ? ഒരു
പോലീസ് ഓഫീസർ അയാൾ യൂണിഫോമിലായിരിക്കുമ്പോൾ അയാൾ നിൽക്കുന്ന അധികാരത്തിൽ അയാൾക്ക് ഒരു അതോറിറ്റി ഉണ്ട്. അയാൾ ആ സമയത്ത് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടുത്തെ SP ആയിരുന്നു അല്ലെങ്കിൽ IG ആയിരുന്നു പറഞ്ഞ ആളും റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ചെന്നിട്ട് പോവാ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യുമോ? അത് ചെയ്യത്തില്ല. കാരണം എന്താ വെച്ചാൽ അയാളുടെ അതോറിറ്റി പോയി. ആ അതോറിറ്റി നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ മേൽ കിടക്കുന്ന ആ അഭിഷേകത്തെ നമുക്ക് ആ ദൈവരാജ്യത്തിന്റെ താക്കോല് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹാലേലിയ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞേക്കുന്ന ക്രിസ്തു ഹാലേലിയ എന്ന അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരം തലയെ അവരിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പൊ പലർക്കും പലപ്പോഴും തോന്നും ഹാലേലിയ എനിക്കിതിനുള്ള കഴിവില്ല, എനിക്കിതിനുള്ള കുറവുണ്ട്, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, എനിക്കിത് തന്നിട്ടില്ല എന്നൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യും? ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ കൊണ്ട് നമ്മുടെ മനുഷ്യത്വത്തിൽ നമ്മളെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നോണ്ടാണ് എന്താ നമുക്ക് ഇവിടെ എല്ലാം അപൂർണത വെളിപ്പെടുന്നത്. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് മനുഷ്യരോട് അല്ല. ഒരു വ്യക്തിയെ കണ്ടിട്ട് അയ്യോ ഞാൻ അതുപോലെ അല്ലല്ലോ, ഇതുപോലല്ലോ, അങ്ങനെയല്ല ഇങ്ങനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കുക. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ദൈവത്തിന്റെ ഒപ്പം ശരിക്കും പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും, പലരും പറയും, ചിലർ പറയും വേണം ദുരുപദേശമാണെന്ന് പറയും. കാരണം നമ്മള് ഭൂമിയിൽ നമ്മളെ കാണുന്നവർ ആരെ കാണുന്നത്? ക്രിസ്തുവിനെ കാണാം അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ക്രിസ്തുവിന് കൊടുത്ത എല്ലാ അതോറിറ്റിയും നമുക്ക് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഭൂമിയിലെ ക്രിസ്തു ആയത് തന്നെയാണ് അതിന്റെ അർത്ഥം. കാരണം അഭിഷേകം ഉള്ളവനാരോ അവനാണ് അഭിഷിക്തൻ. നമ്മൾ അഭിഷേകം ഉള്ളവരാകുമ്പോൾ അഭിഷിക്തൻ എന്നുള്ള ഒരു പേരെ ക്രിസ്തു. അപ്പൊ നമ്മളാണ് ഭൂമിയിൽ ക്രിസ്തു ആക്കി ദൈവം വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ആൾക്കാരെ പണ്ട് കർത്താവ് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാളാകുമ്പോ എന്റെ പേരെടുത്തോണ്ട് പലരും വരും, അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇത് ദുരുപദേശമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അല്ല. ഹാലേലിയ. നമ്മളെ എല്ലാവരെയും വിളിക്കാൻ പറ്റുന്ന പേര് ക്രിസ്തു എന്ന് തന്നെയാണ്. കാരണം ദൈവത്തിന്റെ കർത്താവ് യേശുക്രിസ്തുവിൽ അതേ അഭിഷേകമാണ് നമ്മളെല്ലാം വ്യാപരിക്കുന്നത്. അപ്പൊ ആ ക്രിസ്തുവിന്റെ അഭിഷേകം ഉള്ളവരാണ് അഭിഷിക്തൻ. ഹാലേലൂയ. അപ്പൊ അഭിഷേകം ഉള്ളവരും നമുക്ക് പറയാം അഭിഷിക്തൻ എന്ന പേര്. ക്രിസ്തുവിന്റെ മീനിങ് അങ്ങനെ അല്ലേ? ഹാലേലൂയ. അഭിഷിക്തൻ എന്നാണ്. ഹാലേലൂയ. അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തരും നമ്മൾ ആരാണ് തിരിച്ചറിയാൻ നമുക്ക് വേണം. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാലേലൂയ എല്ലാ ആവശ്യമായ സ്പിരിച്വലി ആൻഡ് നമ്മൾ ഗോഡ്ലി ലൈഫിന് വേണ്ടിയിട്ട് ആവശ്യമായ സകലം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഉണ്ട്. നമ്മുടെ വളർച്ചയ്ക്കും എല്ലാത്തിനുമുള്ള സകലം. അപ്പൊ നമ്മൾ പരിപൂർണരാന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനും കുറവില്ലാത്തവരാണ് അല്ലേ? ഒരാള് പരിപൂർണയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നിനും കുറവില്ലാത്ത അവസ്ഥയെ കുറിച്ചാ. എന്തെങ്കിലും കുറവുള്ളവരെ പരിപൂർണനാന്ന് പറയോ? ഒരാളെ കണ്ട് നമ്മൾ പറയും അയാൾ സ്വഭാവത്തിൽ എല്ലാം തികഞ്ഞവനാ എന്ന് പറഞ്ഞാൽ ഒരു മോശം പോലും പറയാനില്ല, അല്ലെങ്കിൽ ഒരു കുറവ് പോലും അയാളെ കുറിച്ച് പറയാനില്ല. വിയർത്തൊഴുകും. ഞാൻ എന്റെ ഫാൻ ഒന്ന് ഇട്ടോട്ടെ. ഒരു ഫാൻ ഇട്ട് വെച്ചിട്ട് എന്നിട്ട് ചൂടെടുക്കുക. അപ്പം എന്തെങ്കിലും കുറവുള്ളവരെ ആരും പരിപൂർണരാന്ന് പറയത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഹാലേലിയ ആര് നമ്മളെ നോക്കിയിട്ട് നീ അങ്ങനെത്തിയാ, നീ ഇങ്ങനത്തെ, നിനക്ക് ആ കുറവുണ്ട്, ഈ കുറവുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണ നമ്മള് വ്യക്തിപരം മനുഷ്യന്മാർ ഇതൊക്കെ നമ്മൾ പല കുറവ്. പക്ഷെ നമ്മൾ ക്രിസ്തുവിലായിരിക്കും നമ്മൾ പരിപൂർണത. കാരണം നമ്മുടെ പൂർണ്ണത അല്ല അവിടെ വെളിപ്പെടുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഐഡന്റിറ്റിയാണ് അവിടെ വെളിപ്പെടേണ്ടത്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ബിജു സിസ്റ്റർ മാനുഷ്യമായിട്ട് ഞാൻ നോക്കി ബിജു സിസ്റ്റർ മേൽ ചിലപ്പോൾ പല കുറവുകളും ഞാൻ കാണാൻ പറ്റും. പക്ഷെ ഞാൻ ബിജു സിസ്റ്ററെ കമ്പയർ ചെയ്യുന്ന നോക്കേണ്ടുന്നത് ക്രിസ്തുവിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ കാണുന്നത് ക്രിസ്തുവിൽ. നിങ്ങൾ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കും. നമ്മൾ ക്രിസ്തുവിലൂടെ നമ്മളെ കാണപ്പെടാം. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഹാലേലി. ഇല്ലെങ്കിൽ നമ്മുടെ കുറവുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഹാലേലിയ എടുത്ത് പിടിച്ച് പുറത്ത് കളഞ്ഞാണ്. കാരണം വക്രതയുള്ള തലമുറ നമ്മൾ കോട്ടമുള്ള തലമുറയാണ് എല്ലാം. അതിനകത്തൊക്കെ ഇവിടെ എല്ലാം എന്താ നമ്മുടെ പിശാചിനെ എടുത്തേ, അവൻ കുറവുള്ളവനായിരുന്നോ? അല്ല. അവനിൽ വക്രത വരും വരെ എന്താ പറയാ, അവന് നിഷ്കളങ്കൻ എന്നാ പറഞ്ഞേക്കുന്നത്. അതുവരെ അവൻ നിഷ്കളങ്കനായിരുന്നു. ഹാലേലിയ. അവന് വക്രത എന്താ പറയാ? സ്വർഗസ്ഥനായ പിതാവിന് വക്രത എന്താ? നീളം വന്നവനിൽ. ഹാലേലിയ. അപ്പോഴാണ് എടുത്ത് താഴേക്ക് ഇട്ടതെന്ന് പറയാം. ഹാലേലിയ. പക്ഷെ നമ്മളെയൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ദൈവം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി
ഇടിവിൽ നിൽക്കുന്നത് കൊണ്ടും ഹാലലുയ ക്രിസ്തുവിൽ നമ്മൾ മറന്നില്ല. അപ്പൊ നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണെന്ന് നമുക്ക് നിങ്ങളുടെയൊക്കെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ഗിൽറ്റി നമ്മള് എന്തൊക്കെയോ ഹാലലുയ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. ഞാൻ പറയും നമുക്ക് എന്തൊക്കെയോ കുറവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയെന്ന് പറയും. ഞാൻ പക്ഷേ ആ സമയത്ത് നമുക്ക് ഉള്ളിൽ ഹാലലിയ ഒരു കാര്യം പൊങ്ങി വരണം. നമ്മളെ നിർത്തിയിരിക്കുന്ന എവിടെയാണ്, നിർത്തിയേക്കുന്ന ആരാണ് നമ്മൾ നിൽക്കുന്നത്. ഹാലലിയ ഏത് ഹാലലിയ എന്തൊക്കെ ചെയ്താലും ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞ കണക്ക് പുത്രത്വം എന്നുള്ളത് മാറിപ്പോകത്തില്ല. ആ പുത്രത്വം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ബോധമുള്ളവരായാൽ മാത്രം മതി. സർവസൃഷ്ടിയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എന്താ, നമ്മുടെ പുത്രത്വം ഒന്ന് വെളിപ്പെട്ട് കാണും. അത് ചിലപ്പം വീണ്ടെടുപ്പിനെ കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്ന പറയാം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയങ്ങളിലും നമ്മൾ പുത്രത്വം നമ്മൾ വെളിപ്പെട്ട ഒരു പ്രത്യേകത ഞാൻ പറയാം. നിങ്ങൾ പുത്രത്വം വെളിപ്പെട്ടത് ആ വെളിപ്പാട് നിങ്ങൾ കയറി ഒരു പ്രത്യേകത, നിങ്ങൾ സംസാരിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിക്കത് മനസ്സിലാകും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ട്? സകല സൃഷ്ടിക്കത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബൾബ് ഫ്യൂസായി പോയപ്പം ആ ബൾബിനെ നോക്കി ഞാൻ സംസാരിച്ച്. ഹല്ലേലൂയ. ആ ബൾബ് പിന്നെയും കത്തി. കാരണം എന്താ പറയാ, അവിടെ നമുക്ക് സാധാരണ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് നമ്മൾ ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ. ഹല്ലേലൂയ. ഒരു കാറ്റിനോട് നമ്മൾ പറഞ്ഞ കാറ്റ് നമ്മുടെ ശബ്ദം മനസ്സിലാകത്തില്ല. പക്ഷെ ഈ പുത്രത്വത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഹാലലിയ കടലിനാണെങ്കിലും മലയ്ക്കാണെങ്കിലും മണ്ണിനാണെങ്കിലും മഴയ്ക്കാണെങ്കിലും എല്ലാത്തിനും നിന്റെ ശബ്ദം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാ നീ സംസാരിക്കുന്നത് കർത്താവ് യേശുക്രിസ്തു സംസാരിച്ചതുപോലെ അതേ അതോറിറ്റിയിലാണ്, അതേ ഐഡന്റിറ്റിയിൽ നിന്നാണ് നീ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു പിശാചിന് നമ്മളെ കാണുമ്പം ഇപ്പൊ ഞാനെന്ന വ്യക്തിയെ കാണുമ്പോൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദുരാത്മാവ് അല്ലെ സ്പിരിറ്റ് കാണുവാണെങ്കിൽ അല്ലെ പിശാച് കാണുമ്പോൾ അവൻ എന്റെ പുറമേയുള്ള ശരീരത്തെ അല്ല കാണുന്നത്. പണ്ടൊരിക്കൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പാസ്റ്റർ എന്നോട് ഇങ്ങനെ അതുപോലെ തലക്കെ വെച്ചിട്ട് ഹലെ നിന്നെ കാണുമ്പോ ഹലേലിയ എന്താ വൈശാഖ്യ മണ്ഡലം വിറയ്ക്കും, നിന്റെ 65 കിലോ പൊക്കത്തും വെയിറ്റ് കണ്ടിട്ടല്ല. കറക്റ്റ് എന്താ എനിക്ക് 65 kg വെയിറ്റ് കേട്ടോ. അപ്പൊ പാസ്റ്റർ നിന്റെ 65 കിലോ തൂക്കം കണ്ടിട്ടല്ല വരയ്ക്കുന്നത്, നിന്റെ മേലുള്ള അഭിഷേകം. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ പൈശാചിക മണ്ഡലത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ കാണുന്നവൻ എന്താ കാണിച്ചാൽ നമ്മുടെ അകത്തെ മനുഷ്യനെ കാണുന്നു, നമ്മുടെ ഇന്നർ മാൻ നമ്മളിരിക്കുന്ന സ്പിരിറ്റിനെ അവൻ കാണും. അതുകൊണ്ടാണ് ഹാലേലിയ പൗലോസ് ഒരിടത്ത് പറഞ്ഞിട്ട് നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ ശക്തിപ്പെടും. കാരണം ആ അകമേ ഉള്ള മനുഷ്യൻ പ്രതിഫലിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ വീണു പോകും ഈ ലോകത്ത്. കർത്താവേ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി മാറി. ഹാലേലൂയ. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. എല്ലാം ശരിയാണ്. പക്ഷെ അവിടെയെല്ലാം അത് പിതാവിന് അനുസരണമുള്ളവനായതിനെ കുറിച്ച്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും വേണ്ടുന്നൊരു കാര്യം അനുസരണം വേണം. ആരോട് അനുസരണം വേണം? മനുഷ്യരോടല്ല, പിതാവിനോട്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഈ അതോറിറ്റിയെ കുറിച്ചും ഇന്നർമാനെ കുറിച്ചും തിരിച്ചറിയും. അതുകൊണ്ടാ ശരീരത്തെ പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും ചെയ്യും. നമ്മുടെ ശരീരം നമ്മളെ പ്രേരിപ്പിക്കും. ആ ശരീരത്തെ ദണ്ണിപ്പിച്ചും അടിച്ചും ദണ്ണിപ്പിച്ചും വഴക്കി എന്ത് വേണ്ടിയാ വഴങ്ങി എന്താ ദൈവത്തിന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ വെളിപ്പെടാനായിട്ട്. ഈ അടുത്ത എന്നോടൊരു സഹോദരൻ പറഞ്ഞിങ്ങനെ വെളിപ്പാടിലൊക്കെ എപ്പോഴും ദൈവം കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയണ്ടായി, പൗലോസിനെ കണ്ടു കഴിഞ്ഞാൽ പൊക്കമില്ല, വണ്ണമില്ല, അല്ല സ്ഥൂലിച്ച് വളരെ മെലിഞ്ഞ് നമുക്കൊരു മനുഷ്യൻ എന്ന് പറയാൻ പോലും തോന്നാത്ത രൂപമാണ്. പൗലോസുമായിട്ട് സംസാരിക്കാനായിട്ട് ദൈവം അങ്ങനെ ഇടയാക്കി എന്ന് പറഞ്ഞപ്പം അതൊക്കെ പലർക്കും എത്ര പേർക്ക് മനസ്സിലാവുന്ന, പക്ഷെ വെളിപ്പാട് സഞ്ചരിക്കുന്നവരുടെ കാര്യം നമുക്ക് അറിയാൻ പറ്റും. അവരെ സ്വർഗത്തിലേക്ക് നമ്മൾ പൗലോസ് പറഞ്ഞ ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെ എന്ന് അറിയുന്നില്ല. പക്ഷെ ഞാൻ 3-ാം സ്വർഗത്തിൽ എടുക്കപ്പെട്ടിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും ദൈവം ഓരോരുത്തരെ കൊണ്ടുപോകാറുണ്ട്. അത് ആത്മാവിൽ പോകുന്നവർക്ക് അറിയാൻ പറ്റും. അത് പറ്റാത്തൊരു കേട്ട് ഞാൻ പറയും നമ്മളെന്തോ കെട്ടുകഥ പറയാന്ന് പറയും. അപ്പൊ പറഞ്ഞിങ്ങനെ പൗലോസിനെ കുറിച്ച് പൗലോസുമായിട്ട് സംസാരിക്കുന്നുണ്ടായി സിസ്റ്റർ ആന്റി ഇതുപോലെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പൗലോസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് ഒരു പിക്ചർ ഉണ്ട് പൗലോസിനെ കുറിച്ച്. കാരണം ദൈവം നേരത്തെ പറഞ്ഞിട്ടുള്ള പൗലോസിന്റെ ശരീരം നമുക്ക് പറഞ്ഞാൽ മുറിവുകളുടെ പാടുകളുണ്ട് ശരീരം മുഴുവൻ. കുറവൊക്കെ എന്ന് വെച്ചാൽ ശരീരം ഒന്നും പറയാൻ ഇല്ല.
അപ്പൊ ആ ശരീരത്തിനെ കുറിച്ച് പൗലോസ് ഒരിക്കലും ബോധേഡ് ആയിരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് ബോധേഡ് ആകണ്ട എന്നല്ല പറയും. ദൈവം നമ്മുടെ ശരീരത്തെ കുറിച്ച് വളരെ ബോധേഡാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ, ആമേ, അവിടെയൊക്കെ ആമേ പൗലോസ് പക്ഷെ അവിടെ ഒന്നും വില കൊടുക്കാതെ, എന്താ, പൗലോസിന്റെ ശരീരത്തിൽ ശൂലം മാറാനായിട്ട് ഇനിയിപ്പം നമ്മളിപ്പോ പറയും ഇപ്പോഴത്തെ അഭിഷിക്തന്മാർ ആരെന്ന് പറഞ്ഞ് ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും പൗലോസ് ശരീരത്തിൽ ശൂലം മാറത്തില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു ശൂലം വരുമ്പോൾ, അല്ല ഒരു പ്രശ്നം വരുമ്പോൾ അത് എങ്ങനെ വന്നു എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിവുണ്ടാകണം നമുക്ക്. എന്തുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നു നമുക്ക് എന്നിട്ട് അതിനെ മാറണേ 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 എന്ന് പ്രാർത്ഥന അനങ്ങത്തെ പോലും ഇല്ല. കാരണം വെച്ചാൽ ഇത് ദൈവമാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അല്ലെ അത് മാറത്തില്ല. അല്ലെ കാരണം അത് മാറാൻ ദൈവം പറയാതെ മാറത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവം അത് തന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ദൈവത്തിന് നിന്നെ ഹാലയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത്, അല്ലേ? ഞാനും പണ്ട് പറഞ്ഞു കർത്താവ് ഞാൻ പറ്റി പ്രാർത്ഥിക്കത്തില്ല, എന്റെ അവസ്ഥയ്ക്ക് മാറ്റം കർത്താവ്. അങ്ങനെയാണെങ്കിൽ പൗലോസ് ഒരു ശുശ്രൂഷ ചെയ്യത്തില്ലായിരുന്നു പറഞ്ഞു. അല്ല, അതോടുകൂടി നമ്മൾ ആ പറച്ചിലൊക്കെ നിർത്തി നമുക്ക് എന്തവസ്ഥ ഇരുന്നാലും നമ്മൾ പ്രാർത്ഥിക്കും എന്നുള്ളത് ഹാലിൽ അന്ന് ഞാൻ തീരുമാനിച്ചത്. കാരണം രോഗമാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ഭാരമാണെങ്കിലും പ്രയാസമാണെങ്കിലും ഒരാൾ നമ്മളെ പ്രാർത്ഥിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതം അല്ല നമ്മുടെ ശുശ്രൂഷ എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ നമുക്ക് പലയിടത്തും ചിലപ്പോൾ നമുക്ക് കുറവുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് ശുശ്രൂഷ നമുക്ക് അതോറിറ്റി ദൈവം ഒരു കുറവും വരുത്തിയിട്ടില്ല. ഈ അതോറിറ്റി നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുക, അതാ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാണ്, മറന്നു പോകരുത്. ഹാലേലിയ. ഇവിടെ പറയുന്ന നമ്മൾ വി ആർ കംപ്ലീറ്റ് ഇൻ ഹിം എന്നാ പറയുക. എന്ന് വെച്ചാൽ നമുക്ക് ഒന്നിനും കുറവില്ലാത്തവർ, ഒന്നിനും കുറവില്ലാത്തവരാണ്. ഹല്ലേലൂയ. എവിടെ പറഞ്ഞ ബിലീവേഴ്സ് ലാക്ക് നത്തിങ് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഒന്നിനും കുറവില്ലാത്ത. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇല്ലേ 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 എന്ന് മനസ്സിൽ പറയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നെങ്കിൽ പറയും, ഞാൻ പറയും, അവർ നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് ഒന്നിനും കുറവില്ലാത്തവരാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും, ശാരീരികമായിരിക്കും, കുടുംബപരമായിരിക്കും, ഇവിടെയൊക്കെ എന്തെങ്കിലും. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴാ ഈ ഫുൾനെസ് വെളിപ്പെടുന്നത്? നിങ്ങൾ ഹല്ലേലൂയ ക്രിസ്തുവിൽ ആണെന്നുള്ള തിരിച്ചറിവിൽ വരുമ്പോഴാണ്. ക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനമിട്ട പാറമേൽ നിങ്ങളെ നിർത്തിയിരിക്കുന്നു. ഹാലേലിയ. എന്തിനു നിർത്തിയേ? ക്രിസ്തു എന്ന തലയോളം വളരാൻ നിർത്തിയിരിക്കുന്നു. ഈ വളർച്ചയുടെ ഇടയ്ക്കുള്ള പ്രോസസ്സിങ്ങിലാണ് നമുക്ക് പലപ്പോഴും നമ്മൾ പല ഹാലേലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുടെ ഒക്കെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് യോസഫിനെ എടുത്തു കഴിഞ്ഞാൽ, ദാവീദിനെ എടുത്തു കഴിഞ്ഞാൽ, ഓരോരുത്തരെയും മോശയെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അവരുടെയൊക്കെ ജീവിതത്തിൽ ഹാലേലൂയ അവരെല്ലാം പല പല സാഹചര്യങ്ങൾ, പല വേദനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയിരുന്നു. പക്ഷെ ഈ കടന്നു പോയപ്പോഴും അവരാരും ഹാലലിയ അവിടെ ഒന്നും എന്താ സംഭവിച്ച അവരുടെ വളർച്ചയെ തടയാൻ ആർക്കും പറ്റിയില്ല. പൗലോസ് ദാവീദിന്റെ പിന്നാലെ ശൗല് കുന്തമായിട്ട് ദാവീദ് ഓടിയ പോലെ ആരും ഓടിയിട്ടുണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അഭിഷേകം തലയിൽ വീണ ശേഷമാണ് ദാവീദിന് ഓട്ടം തുടങ്ങിയത്, അല്ലേ? യോസെഫിനെ സ്വപ്നം കണ്ട് ദർശനം കണ്ടതിന് ശേഷമാണ് യോസെഫും ഓടാൻ തുടങ്ങിയത്. ഹാലേലിയ. ഇതൊന്നുമില്ലാതെ ഒരാളെ ദൈവം പിടിച്ച രാജാവാക്കി. ഹാലേലിയ. അവനെ എവിടെയൊക്കെ പോയെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്തു. അപ്പോഴെന്താ സംഭവിച്ചേ? രാജ്യത്വത്തെ കീറിക്കളഞ്ഞെന്ന് എഴുതിയേക്കുന്നത്. ഹാലേലിയ. അവിടെ ദൈവം ഫ്രീ ആയിട്ട് കിട്ടുക. ഷൗല് വലിയ എഫർട്ട് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടിയത് ഷൗലിന്റെ രാജ്യത്ത്. പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും ഫ്രീ ആയിട്ട് കിട്ടിയതല്ല, അവരൊക്കെ വില കൊടുത്തിട്ട് തന്നെ കിട്ടിയത്. അവരെയൊക്കെ ജീവിതത്തിൽ നല്ലതുപോലെ പൊരുതി സഹിച്ച് ആ സഹിഷ്ണുതയൊക്കെ ദൈവം പഠിപ്പിച്ച രക്ഷിക്കണം. കാരണം ഷൗലിന്റെ രാജാവായി എടുത്തപ്പോൾ ഫ്രീ ആയിട്ട് എടുത്തു. ഒന്നും ഒരു പരീക്ഷയും ഇല്ലാതെ അങ്ങ് കൊടുത്തു. പക്ഷേങ്കിൽ ദാവീദ് അങ്ങനെ ആകരുത്, ദൈവത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. ദാവീദിനെ ദൈവം കാട്ടിലും വിട്ട് മേട്ടിലും വിട്ട് അവിടെ വിട്ട് ഇവിടെ വിട്ട് എല്ലാം അഭ്യസിപ്പിച്ച് നല്ല തികഞ്ഞ പോരാളിയാക്കി മാറ്റിയിട്ട് സിംഹാസനത്തിലോട്ട് കൊണ്ടുവന്നിട്ട്. അതുപോലെ നമ്മളെയൊക്കെ ജീവിതത്തിൽ ദൈവം ആക്കി വെച്ചിട്ട് പൊസിഷന് നിൽക്കുന്നത് നമ്മൾ നല്ല പോരാളികളായി തിരിക്കണം. ഒന്നിനു മുമ്പിലും പതറിപ്പോന്നൊരു ഭയപ്പെട്ടു പോകുന്നൊരു അല്ല. യേശുക്കത്ത് എവിടെയെങ്കിലും ഭയപ്പെട്ടതായിട്ട് എഴുതിയിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ നമ്മൾ പൗലോസ് എവിടെയെങ്കിലും ഭയപ്പെട്ടതായിട്ട് എഴുതിയിട്ടുണ്ടോ? പത്രോസ് അഭിഷേകം വന്നതിന് ശേഷം എവിടെയെങ്കിലും ഭയപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഓരോരുത്തരെ എടുത്തു നോക്കും. പക്ഷെ നമ്മൾ ഇന്ന് അറിയാണ്ട് ഭയം കടന്നുകൂടിയിരിക്കുന്നു. ഭയം നമ്മളിൽ വരുന്നു. എന്തുകൊണ്ട് വരുന്നു വെച്ചാൽ നമ്മൾ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാത്തോണ്ട് അത് വരുന്നത്.
എല്ലാം നമ്മൾ കുറിവാക്യങ്ങൾ വായിച്ചിട്ട് അത് കണക്ട് ചെയ്ത വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. ഫേസ് ലേഖനത്തിലാണെങ്കിലും ഹല്ലേലൂയ ഓരോ ഓരോ വാക്യങ്ങളും നമുക്കറിയാം. എല്ലാ വാഴ്ചയ്ക്കും ഇവിടെ തന്നെ പറഞ്ഞേക്കും, എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും തലയാ അവന് നിങ്ങൾ അപ്പൊ എല്ലാ വാഴ്ചയ്ക്കും എന്ന് വെച്ചാൽ എല്ലാ സുപ്രീം അതോറിറ്റി ആരാ വെച്ചാൽ എന്റെ കർത്താവ് യേശുക്രിസ്തു ആണെങ്കിൽ ആ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നമ്മൾ. അപ്പൊ നമ്മൾ അവനിലാണ് പരിപൂർണരായിരിക്കുന്നത്. അപ്പൊ ഈ ക്രിസ്തുവിലാണ് നമ്മളെന്ന് വെളിപ്പാടിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ നമുക്ക് പരിപൂർണതയിലേക്ക് എത്താനായിട്ട് കഴിയത്തില്ല. അപ്പൊ അതുപോലെ നമ്മളുടെ ഫുൾനെസ് എവിടെ അപ്പൊ നമ്മൾ ദൈവവുമായിട്ട് ക്രിസ്തുവിൽ എന്ന് വെച്ചാൽ യേശു കർത്താവ് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കണം. ഹല്ലേലൂയ. അപ്പൊ അവിടെയാണ് നമ്മൾ ആ യൂണിറ്റി നമ്മൾ ഞാൻ എപ്പോഴും പറയാം, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ ജാഗരിക്കുന്ന സമയത്ത് നമുക്കൊരു ആത്മാവുണ്ട് അല്ലേ? നമ്മുടെ മാനുഷിക ആത്മാവ് നമ്മളിലുണ്ട് ഇല്ലേ? ആത്മാവില്ലേ? ഇല്ല, എല്ലാവർക്കും ഉണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലുണ്ട്. ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവും ഒന്നാകണം. അത് കണക്റ്റഡ് ആണ്, യൂണിറ്റി ആണ്. അപ്പൊ ഒറ്റ ഇതാകണം. ആ പ്രാർത്ഥനയിലാണ് നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ മനസ്സിലാക്കും. പലപ്പോഴും നമുക്ക് പല രീതിയിൽ പ്രാർത്ഥിക്കാം. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാം, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ അന്യഭാഷയിൽ തന്നെ നമുക്ക് സാന്നിധ്യത്തിൽ ഇരുന്നും പ്രാർത്ഥിക്കാം, സാന്നിധ്യം ഇല്ലാതെയും പ്രാർത്ഥിക്കാം. ഞാൻ ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോഴും കിച്ചണിൽ നിൽക്കുമ്പോഴും എല്ലാവരും യാത്ര ചെയ്യുമ്പോഴും നടക്കാൻ പോകുമ്പോഴും എല്ലാം ഞാൻ അന്യഭാഷ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥിക്കുന്നത് സാന്നിധ്യത്തിലല്ല, ഞാൻ എന്റെ അകത്തെ മനുഷ്യൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ പ്രാർത്ഥിച്ചു. അപ്പൊ നമുക്ക് എന്താ പ്രാർത്ഥിക്കുന്ന ബുദ്ധിയൊന്നുമില്ല, കാരണം ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ വെളിപ്പാടൊന്നും കാണത്തില്ല. അപ്പം വെളിപ്പാടിലേക്ക് കിടക്കുക, നമ്മൾ സാന്നിധ്യത്തിലേക്ക് കയറണം. നമ്മൾ ഇരിക്കുന്ന ഇടത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ വെളിപ്പെടണം. അങ്ങനെ സാന്നിധ്യം ഇല്ലാതെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് സാന്നിധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അവർ തുറന്ന സ്വർഗത്തിന് കീഴിൽ പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം. കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വായ തുറക്കും, ഹെവൻ ഓപ്പൺ ആകും. അവിടെ നിന്നാണ് നമുക്ക് പല വിഷൻസ് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും ഒന്നായിട്ട് യൂണിറ്റി. അവിടെയാണ് നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണനാണ് എഴുതിയിട്ട് ക്രിസ്തുവിൽ ഹല്ലേലൂയ അഭിഷേകത്തിൽ ഹല്ലേലൂയ ആ ആത്മാവിനാൽ നമ്മൾ അപ്പൊ അവിടെയാണ് നമ്മളുടെ ഒരു പൂർണ്ണത വെളിപ്പെട്ട് കാണാനായിട്ട് നമുക്ക് വഴിയാം. അപ്പൊ നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഹല്ലേലൂയ സുപ്രീം അതോറിറ്റി ഞാൻ പറഞ്ഞു. നമുക്ക് അധികാരം തന്നെ, നമ്മൾ ഒന്നിനും ഹല്ലേലൂയ ഒന്നും നമുക്ക് കുറവില്ലാത്തൊരാൾ പറഞ്ഞു. സ്തോത്രം. നമ്മൾ അതുപോലെ വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ ഹല്ലേലൂയ നമ്മൾ അതിലായിരിക്കുമ്പം നമ്മൾ കർത്താവിൽ നമ്മൾ പൂർണ്ണരായിരിക്കുമ്പോൾ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും മേലെ നമ്മൾ. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാനായിട്ട് എന്താ പറയാ, അതിന് നമ്മൾ ഹല്ലേലൂയ ചെയ്യേണ്ടവരല്ലാത്തതെന്നല്ല, അതിന് അണ്ടൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നിയമമാണ്. കർത്താവ് യേശുക്രിസ്തു ജീവിച്ചപ്പോ അവിടെ ഒരിക്കൽ വന്നിട്ട് ഹല്ലേലൂയ ശേഷം അവിടെ വന്ന് ചോദിക്കുന്നുണ്ട്, നീ കരം കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ കർത്താവ് പറഞ്ഞ സീസണിലുള്ള സീസണ്, ദൈവത്തുള്ള ദൈവത്തിന് ഹല്ലേലൂയ അവിടെ പറയുന്നത്. അതുപോലെ ഓരോ കാര്യങ്ങൾ കർത്താവ് യഹൂദന്മാരുടെ നിയമത്തെ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടല്ല കർത്താവ് പോയിട്ട്. കർത്താവ് അതെല്ലാം പാലിച്ചു. പക്ഷെ കർത്താവ് ബ്രേക്ക് ചെയ്ത് എന്തിനാ വെച്ചാൽ ദൈവം കൊടുത്ത കൽപ്പനകൾക്ക് അപ്പുറമായി മനുഷ്യരെ ഉണ്ടാക്കപ്പെട്ട കുറെ കൽപ്പനകൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം ദൈവം ഉടച്ചു കളഞ്ഞിട്ടാ പോയത്. ശബത്ത് ശബത്തിൽ നിങ്ങൾ സൗഖ്യമാക്കാൻ ഒന്നും ചെയ്യാൻ പാടില്ലെന്നുള്ളൊരു ദൈവം മാറ്റി. കാരണം ശബത്ത് എന്താ ഒരു സ്വസ്ഥതയുടെ അനുഭവം നമുക്ക് എവിടെ വേണ്ട, നമ്മുടെ ഉള്ളത്തിലാ വേണ്ടുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇന്നുകൊണ്ട് കത്ത 7th ഡേ എന്ന് പറയുന്ന കൂട്ടര് ശനിയാഴ്ച ദിവസം അവര് ഒന്നും കുക്ക് ചെയ്യത്തില്ല. ശനിയാഴ്ച ദിവസം അവര് കുക്ക് ചെയ്യത്തില്ല. അവര് ഹല്ലേലൂയ ഇന്നലത്തെ എന്താ പറയാ എന്താ പറയാ അവർ തലേ ദിവസം പാചകം ചെയ്ത് വെക്കും, അന്നത്തെ ദിവസം കഴിക്കാനായിട്ട്. എന്നാ പിന്നെ കഴിക്കണ്ടെന്ന് വെച്ചപ്പോഴെന്ന് ഞാൻ ആലോചിക്കണ്ടത്. ഹല്ലേലൂയ നമ്മുടെ കൂട്ടത്തൊരു പയ്യുണ്ട്, അതവിടെ ഇവരെ വീട്ടില് ഹല്ലേലൂയ ഐറ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവര് അന്നത്തെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ ചോദിക്കും ഇത് ഇന്നും നമ്മുടെ മലബാർ എക്സ്പ്രസിലെ ജോസ് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കരുത് അവിടെ ജോസിന് ഇത് 4 ദിവസം മുമ്പുള്ളതാ കഴിച്ചോളാം. കാരണം ഇന്നത്തെ അല്ല, 4 ദിവസം മുമ്പുള്ളത്. കാരണം വെച്ചാൽ അവർ ഇന്ന് ഉണ്ടാക്കുന്നൊന്നും അവർ കഴിക്കത്തില്ല, അന്നത്തെ ദിവസം ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അവർ കഴിക്കത്തില്ല. അവന്റെ സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും കഴിച്ച ഇന്ന് കുളിച്ചായിരുന്നു പല്ലേച്ചതൊക്കെ അതൊക്കെ പ്രവൃത്തിയാണല്ലോ ഓരോ ദിവസം. അപ്പൊ ഇതുപോലെ ഇന്ന് അങ്ങനെ വിശ്വാസം പക്ഷെ ദൈവം പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല.
നിങ്ങൾ അത് കുളിക്കണമെന്ന് പല്ല് വെക്കുന്ന ഭക്ഷണം പാചകം ഒന്നും അല്ല. ഹാലയിലെ ആമേൻ. സ്വസ്ഥരായിരിക്കാൻ പറഞ്ഞ നമ്മുടെ സ്വസ്ഥത നമ്മുടെ ഹൃദയത്തിലാണ് വെളിപ്പെടുക. ആ ഹൃദയത്തിലെ സ്വസ്ഥത ഇല്ലാതെ നമ്മൾ ഏത് സ്വസ്ഥതയിലേക്കാണ് കയറുന്നത്? അവിടെയൊക്കെ കർത്താവ് അതിനെയൊക്കെയാണ് ഹാലയിലെ കർത്താവ് യേശു ക്രിസ്തു ബ്രേക്ക് ചെയ്ത് ഹാലയിലെ ആമ ഇവിടെ ആമേൻ. അവിടെ അതുപോലെ തന്നെ കൈ കഴുകുക, കാല് കഴുകുക, ഇങ്ങനെ കുറെ ചടങ്ങുകൾ ഹാല കൊണ്ടുപോയപ്പോ ഹൃദയത്തിൽ ശുദ്ധി ഇല്ലാത്തവര് ഹാലയിലെ ആമ കിണ്ടി കിണ്ണങ്ങളുടെ എങ്ങനെ പറഞ്ഞ കർത്താവ് നമുക്ക് ശരിക്കും ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ റിബല് ആരാന്ന് വെച്ചാൽ കർത്താവ് തരങ്ങാണ് അല്ലെ? സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ അവരെയൊക്കെ അടച്ചാക്ഷേപിക്കുന്ന നമ്മളൊക്കെ ഇന്ന് പറയാ ഹേ കപട ഭക്തിക്കാരി എന്നൊക്കെ നമ്മൾ ആരെങ്കിലും മുഖത്ത് നോക്കി വിളിക്കാറുണ്ടോ? കർത്താവ് വിളിച്ചെന്നേ അല്ലേ? കള്ളന്മാര് എന്നൊക്കെ അവനെ നോക്കിയിട്ട് വിളിച്ച് അല്ലെ? കർത്താവ് ആരാ? രഹസ്യത്തിലല്ല, പരസ്യത്തിലൊരു മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. അവർക്ക് അതുകൊണ്ടായിരുന്നു കർത്താവിനോട് ദേഷ്യം. ഹാലൂയ. അവൻ കർത്താവ് ഒന്നും മറച്ചു വെച്ചില്ല. ഹാലയിലെ എല്ലാം അല്ലെ മുഖത്ത് നോക്കി പറഞ്ഞതുപോലെ. ഇന്ന് അതുപോലെ ധൈര്യം കാണിക്കെങ്കിൽ നാളെ ഇവിടുന്ന് നമ്മളിവിടൊക്കെ ഉണ്ടാവുമെന്ന് തന്നെ സംശയമല്ലേ? ഇല്ലെങ്കിൽ നമ്മളെ ട്രോളിയാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ ഇത് യൂട്യൂബിലൂടെ ഇട്ടാണെങ്കിലും എതിരെ കൊണ്ട് ഇട്ടെങ്കിലും ഒതുക്കി ഹാലിന്റെ അടുത്ത് കൊടുക്കുന്ന ആൾക്കാർക്കെല്ലാം ഭയമാണ്. എന്തെങ്കിലും പറയാൻ ഭയമാണ്. ഹാലേലിയ. പക്ഷേ ഞാൻ പറയും ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആമേ. ഹാലേലിയ. ആമേ. ആ ശക്തിയുടെയും അധികാരത്തിന്റെയും സുബോധത്തിന്റെയും ഒക്കെ ആത്മാവിനെ. അത് പറയുമ്പോൾ നമ്മൾ സുബോധമുള്ളവരായിരിക്കണം. കാരണം മനുഷ്യർ എന്ത് പറഞ്ഞാലും ഹാലേലിയ മാനുഷ്യമായ ഭയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ പാടില്ല. ഞാൻ ഇന്നലെ ഹാലേലിയ പോലെ ഞാൻ സംസാരിച്ചു. കർത്താവ് ഭയങ്കര നമ്മുടെ കർത്താവിന് ഭയങ്കര ഹാലേലിയ ഭയങ്കര നിർബന്ധങ്ങളൊക്കെ ഉണ്ട് ചില കാര്യങ്ങളിൽ. ഹാലേലിയ. കാരണം വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ എനിക്കറിയാലോ, എനിക്ക് നിങ്ങള് കുറെ പേര് എല്ലാരും ഓരോ മാസം ഇങ്ങനെ കുറെ പൈസ ഒക്കെ അയച്ചു തരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് ഞാൻ ആരും ചോദിക്കാറില്ലെങ്കിലും ഹാലയില്ല എല്ലാവരും അറിഞ്ഞ ഹാലയില്ല പലരും എനിക്ക് അമ്മയയക്കാം. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ ഈ മാസം ഇത് കണക്കൂട്ടും, അടുത്ത മാസം കൊച്ചിന്റെ ഫീസ് മറ്റേ മറിച്ചതൊക്കെ ഉണ്ട് ഹാലയ ഇന്ന സിസ്റ്റർ എനിക്ക് അയക്കുമായിരിക്കും, ഇന്ന അയക്കുമെന്ന് ഞാൻ മനസ്സിൽ കാൽക്കുലേറ്റ് ദൈവം അതിനെ ബ്ലോക്ക് ചെയ്യും. കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഒരാൾ എനിക്ക് വേണ്ടി പൈസ അയക്കുമെന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദൈവം അതിനെ സ്റ്റോപ്പ് ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി, എനിക്ക് അപ്പൊ തന്നെ ക്ലിക്ക്. ഞാൻ കർത്താവ് വേണ്ട വേണ്ട കർത്താവ് നീ മാത്രം മതി. ഹാലേലൂയ. അപ്പൊ എനിക്ക് കർത്താവിൽ മാത്രമേ നമ്മൾ ആശ്രയിക്കാവൂ. ദൈവത്തിന് ഭയങ്കര നിർബന്ധമാണ്. കാരണം കർത്താവ് യേശുക്രിസ്തു നമ്മൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിനും മുട്ടില്ല, ഒന്നിനും കുറവില്ലാത്തവരെന്ന് അവിടുത്തെ അർത്ഥം പരിപൂർണ. അപ്പൊ നമ്മൾ ഹാലില് മറ്റു ഒന്നിലേക്കും നമ്മുടെ ആശ്രയം വെക്കരുത്. ദൈവത്തിന് നിർബന്ധമുണ്ട്. കാരണം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആർക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ദൈവത്തിന്. നമ്മൾ എപ്പോഴും പറയും നമ്മൾ നാളത്തെ കുറിച്ചൊക്കെ നമ്മൾ വിചാരപ്പെടാറുണ്ടല്ലേ. പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചപ്പോ തുടങ്ങി നമ്മൾ മരിക്കും വരെ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് ദൈവം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വേണുപാസ്റ്റ് എപ്പോഴും പറയുന്ന വാക്കെടുക്കുകയാണെങ്കിൽ കർത്താവേ തായേ 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 എന്ന് പറയും. കർത്താവ് എന്റെ കുഞ്ഞെ എനിക്ക് ഇനിയൊന്നും തരാനില്ല, നിനക്ക് വേണ്ടത് ഞാൻ തന്നു കഴിഞ്ഞു, ഓൾറെഡി ഗിവൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ തന്നു കഴിഞ്ഞു, നീ അതൊക്കെ സമയാസമയങ്ങൾ പ്രാപിച്ചെടുത്താൽ മാത്രം മതി എന്ന് പറയുന്നതൊക്കെ നമ്മൾ തായേ തായേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടല്ല ഹാലി കർത്താവ് നമുക്ക് തരുന്നത്. ആണോ? സിസ്റ്റർ ഇവാൻമാരെ അപ്പൊ കിടന്നുറങ്ങും, രാവിലെ എണീറ്റിട്ട് അമ്മ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് താ 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 എന്ന് വിളിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. ആണോ? അല്ല. അവൻ രാവിലെ എഴുതി ബ്രഷ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ ഇവൻ എഴുന്നേറ്റില്ലെങ്കിൽ തട്ടി ഉണർത്തിട്ടെങ്കിലും ആ സമയത്ത് കൊടുക്കും നമ്മളല്ലേ. കാരണം എന്താ? നമ്മുടെ ഉത്തരവാദിത്ത നമ്മുടെ കുഞ്ഞിന് രാവിലെ ഭക്ഷണം കൊടുക്കാതെ അവന് സ്കൂളിൽ പോകാൻ നേരം അവൻ കുളിച്ച് റെഡിയായി വരുമ്പോൾ അവന് കൊണ്ടുപോയ ടിഫിനും സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ ബുക്കൊക്കെ ബാഗിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവൻ ബസ് കയറ്റി വിടുക. ഇതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. അല്ലെങ്കിൽ രാവിലെ കിടന്നുറങ്ങിയിട്ടാ ഞാൻ കിടന്നുറങ്ങുവാണ്, നിനക്ക് വേണേ രാവിലെ എണീറ്റിട്ട് വല്ലതും ഉണ്ടാക്കി കഴിച്ചിട്ട് കുളിച്ച് പുസ്തകമൊക്കെ എടുത്തോണ്ട് വേണേ പൊക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, അല്ലെങ്കിൽ നീ എന്നെ വന്ന് വിളിക്കാൻ എന്തായിരുന്നു, നീ എന്നോട് ചോദിക്കാൻ എന്തായിരുന്നു, ചോദിക്കാൻ ഞാൻ തന്നില്ല എന്ന് പറയുമോ നമുക്ക്? ഇല്ല. കാരണം കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് സകലം നിവർത്തിച്ച് കാൽവരി കുരിശ് സകലം നിവർത്തിച്ച് സകലതും പൂർത്തിയായി. അവിടെ ഇതിനകത്ത് എല്ലാം നമ്മുടെ സ്പിരിച്വൽ ലൈഫിനാണെങ്കിലും നമ്മുടെ ഭൗതിക ജീവിതത്തിനാണെങ്കിലും വേണ്ടുന്ന എല്ലാം നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്നു. അപ്പം അവിടെയൊക്കെ നമ്മുടെ വിചാരം നാളെ എന്തോ ചെയ്യും കർത്താവെ, അടുത്ത മാസം എന്ത് ചെയ്യും, അടുത്ത വർഷം എന്ത് ചെയ്യും, 10 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യും അല്ലെ. മക്കളുടെ കല്യാണത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന പലരും ഇതിനകത്തുണ്ട്. കർത്താവെ അത് എന്തോ ചെയ്യും.
ആ കൊച്ചുങ്ങൾക്ക് വേണം തല്ലാമ കൂട്ട പങ്കാളിയൊക്കെ ഓൾറെഡി ദൈവം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. എപ്പോഴാ നിങ്ങളുടെ വചനത്തെ ജനിക്കുന്നതിന് മുമ്പ് ദൈവം അതിനെ തുണയ്ക്ക് ആയിട്ട് ആളെ സെലക്ട് ചെയ്ത് വെച്ച് നമ്മളത് കാണാത്തതുകൊണ്ട് നമുക്കത് തിരിച്ചറിയാത്ത നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഭാരമൊന്നും വേണ്ട ബീസസിന്റെ സമയമാകുമ്പോൾ കർത്താവ് കൊണ്ടുവന്നോളൂ. ഹല്ലേലൂയ. ആരാന്ന് ദൈവം എപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഹാലേലൂയ. അത് ദൈവം സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ വരണമെന്ന് മാത്രം പ്രാർത്ഥിക്കാൻ, ഇടയ്ക്ക് വേറെ ആരെങ്കിലും കളിക്കരുത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഹാലേലൂയ. ആമേ. ഇവിടെ നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാന്ന് പറയുമ്പോൾ ഹാലേലൂയ. ചില വാക്യങ്ങൾ നമുക്ക് കൊലോസിലെ 1:19 വാക്യം ഒന്ന് വായിക്കാം സാറാമ സിസ്റ്റർ. 1:19. സാറാമ സിസ്റ്റർ മ്യൂട്ടാണേ. യെരമ്യാവ് 1:19. കൊലോസ്യർ 1:19. യെരമ്യാവിലേക്ക് പോരാ. കൊലോസ്യർ 1:19 വായിച്ചെടുത്ത ആരെങ്കിലും വായിച്ചോ? അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിച്ചെന്ന രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ആമേൻ. ഹല്ലേലൂയ. അവനിൽ സർവ്വസമ്പൂർണ്ണം വസിപ്പാൻ അവൻ ക്രൂശിൽ ചെന്ന് രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ ഭൂമിയിൽ അല്ല, അവന് സർവ്വസമ്പൂർണ്ണം വസിപ്പാൻ അവൻ ക്രൂശിൽ ചെന്ന് രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അപ്പൊ ക്രൂശിൽ ചെന്ന് രക്തം കൊണ്ട് ഹല്ലേലൂയ ആമേ ആമേ സമാധാനം ഉണ്ടാക്കുന്നത് അവനിൽ സർവ്വസമ്പൂർണതയും വസിക്കാനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായിരിക്കും എന്ന് പറയുമ്പം സർവ്വസമ്പൂർണതയും കർത്താവ് യേശു ക്രിസ്തു എങ്ങനെയാ വസിച്ചു കഴിഞ്ഞാൽ ക്രൂശ് രക്തം ചൊരിഞ്ഞ് സമാധാനം ഉണ്ടാക്കിയാണ് അവൻ സകല സമ്പൂർണ്ണ ക്രിസ്തു. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാക്യം വായിച്ചപ്പോൾ സാറ എന്നോട് ബിജി സിസ്റ്റർ എടുത്തു പറഞ്ഞു, അവനെ നമുക്ക് നൽകിയിരിക്കുന്നു എന്നാ. ആരെയാ? ക്രിസ്തുവിന്. വാഴ്ചയ്ക്ക് അധികാരത്തിനും കർത്തൃത്വം തലയ അവനെ ശരീരമാകുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അവനെ നൽകിയെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പൊ നമ്മുടെ വീടിനകത്ത് വന്നിരുന്നിട്ട് ഹല്ലേലൂയ കാര്യങ്ങൾ ചെയ്യുന്ന കണക്കായിരിക്കും ക്രിസ്തു നമുക്ക് തന്നേക്ക് ക്രിസ്തുവിനെ ഹലേന്ന് പറയും. ഇവിടെ ഹല്ലേലൂയ. അടുത്ത കൊലോസ്യർ 2:9 എന്ന് വായിച്ചു. നമ്മളിപ്പോ വായിച്ചത് തൊട്ട് മുമ്പ് വാക്യം 2:9. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരിലാണ്? അത് അവിടെയും പറഞ്ഞൊരു വാക്ക്, സർവ്വസമ്പൂർണതയും ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും. ഹാലേലിയ. ആരില വസിക്കുന്ന? ക്രിസ്തുവില വസിക്കുന്നത്. ഹാലേലിയ. വായിച്ച വാക്യം മറന്നു പോലും അതിന് തൊട്ടടുത്ത വാക്യം അമ്മ എല്ലാ വാർഷിക അധികാര തല അവരെ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആലോചിച്ച് നമ്മൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നത്. അടുത്തൊരു വാക്യം കൂടെ വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 1:16 വായിച്ചേ. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ആമേൻ. അവന്റെ നിറവിൽ നിന്ന്. അപ്പൊ നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിന്റെ നിറ, അതിനെ കുറിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഹാലേലൂയ. ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഹാലേലൂയ. നിറവാണിന്നേശു നിറവാണിന്നേശു എന്ന് പറഞ്ഞിട്ട് ഹാലേലൂയ. അപ്പൊ ഇവിടെ അവന്റെ നിറവിൽ നിന്ന്. ആരാ? യേശുക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് ആ കൃപ കുറയല്ല, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഹാലയിലെ കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഹാലെ. അടുത്ത എഫെസ്യരിലെ 1:22-23 നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം തന്നെയാണ്. നമ്മൾ അതാണ് പറഞ്ഞത്. ഹാലയിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും തലയാവനും. ഹാലയില് ആമേൻ. അന്ന് വാഴ്ത്ത എഫെസ്യരിലെ 1:22-23. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു, അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവൻ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ആമേൻ സർവ്വം അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായി അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹാലെ. ആരുടെ ശരീരമാകുന്ന കർത്താവ് യേശു ശരീരമാകുന്ന സഭയാണ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാത്തിന്റെയും അധികാരിയായ. സർവവും ഇനി ഒന്നും കീഴ്പ്പെടാത്തതായിട്ട് ഒന്നുമില്ല. സർവത്തെ അവന്റെ കാൽക്കലാക്കി. അതിനകത്ത് ആമേൻ നമ്മൾ പറയും ഇച്ചിരി അവിടെ മാറി ഇല്ല. എല്ലാ അധികാരവും ഹല്ലേലൂയ ആമേൻ കർത്താവ് യേശു അത് ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഹാലേ. നമുക്ക് തന്നിരിക്കുന്നു. തരുമെന്നല്ല, നിങ്ങൾ പഠിച്ച് നിങ്ങൾ ആമേ തികഞ്ഞവരായി വരുമ്പോ ഞാൻ തരാമെന്നല്ല. ഹാലെ. നിങ്ങള് കുറച്ച് ഉപവസിച്ച് കഴിയുമ്പോൾ തരാമെന്നല്ല. നിങ്ങള് കുട്ടമേലൊന്ന് പ്രാർത്ഥിക്കും തരാമെന്നല്ല.
നിങ്ങൾ ഇനിയിപ്പോ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ജീവിതമൊക്കെ കളഞ്ഞ് നിങ്ങളൊരു സന്യാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ തരാമെന്നല്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് ലഭിക്കാൻ വേണ്ടി ആ അതോറിറ്റി നമ്മൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വീടും കൂടും അമ്മയും എല്ലാം ഉപേക്ഷിച്ച് സന്യാസ ജീവിതം, ഇപ്പൊ ഈ കത്തോലിക്ക സഭയൊക്കെ പഠിപ്പിക്കുന്ന സന്യാസ ജീവിതം ഒന്നും ദൈവം പറഞ്ഞിട്ടില്ല അല്ലേ. കന്യാസ്ത്രീകളൊന്നും കല്യാണം കഴിക്കാൻ അച്ഛന്മാരെല്ലാം സുഖം എല്ലാം ഉപേക്ഷിച്ച് ഹാലയില അതിലേക്ക് വരണമെന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. കാരണം കർത്താവ് യേശുക്രിസ്തുവിനെ ഹാലയിലിയ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറഞ്ഞ് ഹാലയ കർത്താവിന് ഇഷ്ടമായി സ്വീകരിക്കുന്ന എല്ലാവർക്കും ദൈവം അതോറിറ്റി നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ അതോറിറ്റി നമ്മളുടെ മേലിരിക്കുന്നു. അടുത്ത 2 പീറ്റർ 1:3 ഹാലയില നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ച വചനം തന്നെയാണ്. ഞാനത് ആ വാക്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അതിന്റെ പറയുന്നത് തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആമേൻ, സ്തോത്രം. അപ്പൊ തന്റെ മഹത്വത്താലും വീര്യത്താലുമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അവന്റെ ദിവ്യശക്തിയാണ്, ആ വിളിച്ചവന്റെ പരിജ്ഞാനം നമ്മൾ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് വേണ്ടുന്നതെല്ലാം ഹാലയിലെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവിടെ പറയുന്നത് ചെയ്യുമെന്നല്ല, ചെയ്തിരിക്കുന്നുവല്ലോ. അവിടെയൊക്കെ കർത്താവിൽ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണ്ണ നമ്മൾ ഒന്നിനും ലാക്ക് നത്തിങ് എന്ന് പറയുമ്പോൾ പൂർണ്ണതയുണ്ടെന്ന് പറയും, ഫുൾനെസ്സിലായിരിക്കും പറയുന്ന സമയത്തല്ല, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റഡ് ആന്ന് പറയുന്നിടത്ത് നമുക്ക് അവിടെയെല്ലാം ഒന്നിനും കുറവില്ലെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഈ വാക്യമൊക്കെ വായിപ്പിക്കാൻ കാര്യം. 1 കൊരിന്ത്യർ 1:30 കൂടെ വായിച്ചു. 1 കൊരിന്ത്യർ 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതി ശുദ്ധീകരണം വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പം നമുക്ക് ജ്ഞാനം, നീതി, ശുദ്ധീകരണം, ഈ വീണ്ടെടുപ്പ്. ഹാലേലിയ. നമ്മൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വിശുദ്ധ ജീവിതം നയിച്ച് വീണ്ടെടുക്കപ്പെടുന്നവരാക്കി മാറ്റണം എന്നുള്ളത് ദൈവത്തിന് ഇത് നമുക്ക് കർത്താവ് യേശുക്രിസ്തു ആയി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് തീരുമെന്നല്ല. അപ്പൊ നമുക്ക് ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്, അപ്പൊ ഇതെല്ലാം കർത്താവ് യേശു നമുക്ക് വേണ്ടി ചെയ്ത് കഴിയാൻ നമുക്ക് ആയിത്തീർന്നു വെച്ചാൽ നമുക്ക് ഇതെല്ലാം ദൈവം തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവനിസിസ്റ്റ് അങ്ങനെ പറയും ഞാൻ എങ്ങനെയും ജീവിക്കാന്നല്ല. അവിടെയാണ് പറയും ജ്ഞാനം. എന്താ ജ്ഞാനം തന്നേക്കുന്നത്? എങ്ങനെ ജീവിക്കണം എന്നൊക്കെ വചനം ഞാൻ നേരത്തെ പറഞ്ഞു. ക്രിസ്തു ഹാലയിലെ വചനമാണ്. ആ ക്രിസ്തുവിൽ നമ്മൾ അടിസ്ഥാനം ഇട്ടുന്ന ക്രിസ്തു എന്ന തലയോട് വളരണമെങ്കിൽ വചനത്തിൽ തന്നെ നമ്മൾ വളരുന്നത്. ഹാലില്ല. അങ്ങനെ നമ്മളായിരിക്കും. നമുക്ക് വീണ്ടെടുപ്പിനെ കുറിച്ചൊന്നും നമുക്ക് ഭാരമൊന്നും വേണ്ട. കാരണം കർത്താവ് യേശു നമുക്ക് വേണ്ടി ചെയ്ത്. അപ്പൊ നമ്മൾ എപ്പോഴും നിൽക്കുന്നത് എവിടെയാണെന്ന്, അല്ലെങ്കിൽ നമ്മൾ ആരാണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു വരിക. നമ്മളുടെ ഐഡന്റിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ പലപ്പോഴും ഇന്ന് കാണുന്ന ആൾക്കാർക്ക് ഹാലയില്ല ഫോളോ ചെയ്യാൻ ആഗ്രഹം. ആരെ ഫോളോ ചെയ്യാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന പലരെയും നമുക്ക് ഫോളോ ചെയ്യാൻ വലിയ ആഗ്രഹം അല്ലേ. ഇന്നിപ്പോ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ഞാൻ ഉപയോഗിക്കാറില്ല, പക്ഷേ അറിയാം ഫോളോവേഴ്സ്, എത്ര ഫോളോവേഴ്സ് ഉണ്ട് അല്ലേ. അതനുസരിച്ച് ഓരോരുത്തരുടെ ഡിമാൻഡ് മാർക്കറ്റ്. എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആരാന്ന് വെച്ചാൽ വേൾഡിൽ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവിടെ ട്രംപും അല്ല, മോദി അല്ല, ആരുമല്ല. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളാരെന്ന് വെച്ചാൽ കർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് യോഗ്യതയുള്ള ഒരേ ഒരുവൻ ക്രിസ്തു മാത്രമാണ്. മറ്റൊരു മനുഷ്യരെ നമ്മൾ ഫോളോ ചെയ്ത് പലപ്പോഴും ഇന്ന് പല പാസ്റ്റർമാരുടെ പല സെലിബ്രിറ്റി പാസ്റ്റേഴ്സുമാരുടെ കൂടെ അവരെ ഫോളോ ചെയ്യേണ്ട അനേകർ കൂടെയുണ്ട്. അനേകർ അവരെ പോലെ മുടി, അവരെ പോലെ ഹെയർ സ്റ്റൈൽ, അവരെ പോലെ ഡ്രസ് കോഡ്, അവരെ പോലെ സംസാരം, അവരെ പോലെ നടപ്പ്, അവരെ പോലെ പലതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പക്ഷേ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകും. ഒരു മനുഷ്യനും നമുക്ക് പൂർണ്ണത കാണാൻ പറ്റത്തില്ല, പക്ഷെ ക്രിസ്തു നമുക്ക് പൂർണ്ണത നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൽ മാത്രമേ നിങ്ങൾ പരിപൂർണരാകത്തുള്ളൂ. മറ്റേത് എത്ര വലിയ സെലിബ്രിറ്റി പാസ്റ്റ് അതിൽ നിങ്ങൾ പൂർണ്ണരാകത്തില്ല. പലരും നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്, എന്നോടും ചോദിച്ചിട്ടുണ്ട്. പലരും ചോദിക്കാറുള്ള കാര്യമാണ് എങ്ങനെയാ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത്, എങ്ങനെ ഉപവസിക്കുന്നത്, അല്ലെങ്കിൽ അതങ്ങനെ ഇതെങ്ങനെ. ഞാൻ ചെയ്യുന്ന കണക്ക് നിങ്ങൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പ്രവൃത്തിയാണ്. ഇപ്പൊ
പ്രവൃത്തിയിലല്ല ദൈവത്തിന് ഹാലേലുയ പ്രസാദമുള്ളത്. ഹാലേലുയ. പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഹാലേലുയ. അപ്പൊ നമ്മൾ എപ്പോഴും ഹാലേലുയ കർത്താവ് യേശു ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായിരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് നിന്ന് ക്രിസ്തുവിൽ തന്നെ വളരണം. ഹാലേലുയ. അവിടെ ഞാൻ പറഞ്ഞു വളരാനുള്ള ഉപാധി എന്താ വെച്ചാൽ വചനമാണ്. നമുക്ക് വളരുവാനുള്ള വചനം വർത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ അത് എവിടെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ കാണുന്നിടത്തൊക്കെ അല്ല ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ദൈവരാജ്യത്തിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണം. നമ്മൾ നിൽക്കുന്ന രാജ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. കാരണം വെളിച്ചം എന്നിലായിരിക്കുന്നത് അല്ലെ. വചനത്തിൽ വെളിച്ചമുണ്ട്, വചനത്തിൽ ജീവനുണ്ട്, ജീവൻ മനുഷ്യന് വെളിച്ചമാകും. ആ വെളിച്ചം എന്നിൽ വന്നാൽ മാത്രമേ ഇരുട്ടിൽ ഞാൻ പ്രകാശിക്കാൻ തുടങ്ങത്തുള്ളൂ. ഇരുട്ടിൽ ഞാൻ പ്രകാശിക്കുമ്പോൾ മാത്രമേ ഇരുട്ട്. ഞാൻ പറയാം, നമ്മുടെ പിശാച് എപ്പോഴും പ്രവർത്തിക്കുന്നത് ഇരുട്ടിന്റെ മറപറ്റിയാണ്. നമ്മുടെ വീട്ടിൽ കള്ളൻ കക്കാൻ വരുമ്പോൾ അവൻ ലൈറ്റ് ഇട്ടിട്ടല്ല കക്കാൻ വരുന്നത്. ഹാലല്ലേ. അവൻ ഇരുട്ടത്താൽ കക്കാൻ വരുന്നു പെരക്കകത്ത് കയറി എല്ലാം നമ്മൾ പെട്ടെന്ന് ലൈറ്റ് ഇട്ടേ അവന്റെ പദ്ധതി മൊത്തം പൊളിഞ്ഞു ഇല്ലേ. അപ്പോഴത്തെ അവന് വെപ്രാളം, എങ്ങോട്ട് പോകണം, എങ്ങനെയാണ് ഓടണം അല്ലെങ്കിൽ പിടിക്കുക എന്നുള്ള ഒരു വെച്ചാൽ അവന്റെ കംപ്ലീറ്റ് അതുവരെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന അത്രയും നേരം പ്രവർത്തിച്ചു വന്ന സകല പദ്ധതി വെളിച്ചത്തിൽ പൊളിയും. ഇതുപോലെ നമ്മളുള്ള വചനത്തിൽ ദൈവത്തിന്റെ ആ ജീവൻ അങ്ങോട്ട് വെളിപ്പെടുമ്പോൾ ആ വെളിച്ചത്തിൽ പിശാചിന്റെ സകല അജണ്ടാസും മാറി പോയി പൊളിഞ്ഞ്. അതാണ് ഞാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവൻ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് വെളിപ്പാട് ദൈവം കാണിച്ചു തരുമ്പോൾ തന്നെ അവിടെ ഒരു വെളിച്ചം അടിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു 90% പൊളിഞ്ഞു കഴിഞ്ഞു. കാരണം ഇനി അവന് ഇത് കണ്ടുപോയില്ലേ. ഹാലയില്ല. ഇവിടെ അവര് മനസ്സിലാക്കിയില്ല എന്റെ പദ്ധതി എന്താണ്. അതാണ് പറഞ്ഞത്, അവിടെ വെളിച്ചം വ്യാപരിച്ചാൽ മാത്രമേ ഇരുട്ടിന് ഹാലയില്ല നമുക്ക് ആ ഇരുട്ടിന്റെ പദ്ധതികൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇരുട്ടിന്റെ പദ്ധതി തിരിച്ചറിയാൻ നമ്മൾ പറയുമ്പോൾ അവൻ പറയും എന്റെ പദ്ധതി പൊളിഞ്ഞു. അപ്പം വചനത്തിൽ ജീവനുണ്ട്. ആ ജീവൻ മനുഷ്യന് വെളിച്ചം വന്ന ഈ വെളിച്ചം നമ്മൾ വ്യാപരിച്ചാൽ മാത്രമേ നമുക്ക് പ്രകാശിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവന്റെ ലോകത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ നമ്മളിൽ വെളിച്ചം വ്യാപരിക്കണം. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നിൽക്കുന്ന നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വളരണമെങ്കിൽ ക്രിസ്തു എന്ന തലയോളം എത്തണം. ഇത് പലർക്കും ഹാലേലിയ പലരും വീണു പോകുന്നതിന്റെ പലർക്കും നിലനിൽക്കാൻ കഴിയാത്തതിന്റെ കാരണം അവരിൽ വചനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാ. അഭിഷേകമുണ്ട്, നമുക്ക് എല്ലാവർക്കും അഭിഷേകമുണ്ട്. അഭിഷേകം നമ്മളെല്ലാം, പക്ഷെ അഭിഷേകം ഹാലേലിയ വചനം ഇല്ലാതെ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയത്തില്ല. നമുക്കറിയാം 10 കന്യകമാരുടെ ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവരെ 10 പേരുടെയും കയ്യില് വിളക്കുണ്ടായിരുന്നു, തിരി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എണ്ണ ഉണ്ടായിരുന്നു, തീ ഉണ്ടായിരുന്നു. പക്ഷേങ്കില് അവർക്ക് പക്ഷെ 10-ൽ 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു. അവര് എണ്ണ സ്റ്റോർ ചെയ്തിരുന്നു പറയുന്ന പോലെ. ഇതെല്ലാം ഞാൻ പറയാം, അഭിഷേകമാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയാണെങ്കിലും വചനമാണെങ്കിലും ഇതെല്ലാം ഒരുമിച്ച് വന്നാൽ മാത്രമേ ഒരു വിളക്ക് കത്തി നിൽക്കത്തുള്ളൂ പറയുന്ന. എണ്ണയും തിരിയും തീയും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ വിളക്ക് കത്തത്തോളം പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാനങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. എനിക്ക് ഭയങ്കര വചനത്തിലൊക്കെ ഭയങ്കര വെളിപ്പാടാന്ന് പറഞ്ഞാൽ നിനക്ക് പ്രാർത്ഥനയില്ലെങ്കിൽ അത് ശരിയായ രീതി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് നിന്റെ അഭിഷേകം ഇല്ലെങ്കിലും ഇത് ശരിയായ രീതി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് അതിന്റെ ഒരു ചില ആൾക്കാർ നന്നായി വചനം പഠിപ്പിക്കും, വചനം പ്രസംഗിക്കും, പക്ഷെ അവരിൽ ഒരിക്കലും ഞാൻ അഭിഷേകം കണ്ടിട്ടില്ല. കാരണം അവരൊരിക്കലും അഭിഷേകം ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. വചനം ഏറ്റെടുക്കുന്ന നമ്മൾ, കേൾക്കുന്ന നമ്മൾ ഉള്ള അഭിഷേകം നമ്മൾ ഈ വചനം റിസീവ് ചെയ്ത് നമ്മൾ പക്ഷേ അവർ അത്ര പ്രസംഗിച്ചാലും ഒരു ശക്തി പുറപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ. അപ്പൊ വചനത്തിൽ വചനം സംസാരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മ ശക്തിയും കൂടെ പുറപ്പെടുമ്പോൾ മാത്രമാണ് അതൊരു പ്രദർശനശാലയായി മാറത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ. അപ്പൊ ക്രിസ്തു എന്ന അഭിഷിക്തനിൽ അഭിഷേകമുണ്ട്, ക്രിസ്തു വചനമാണ്. അഭിഷേകവും വചനവും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ക്രിസ്തുവിന് നമുക്ക് കാണാം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള ജീവിതത്തെ നമുക്കറിയാം. കർത്താവിന് പ്രാർത്ഥന ലൈഫ് ഉണ്ടായിരുന്നു. എന്തിനാ കർത്താവ് ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവം തന്നെ അല്ലേ, ദൈവം തന്നെ ഭൂമിയിലേക്ക് പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇന്ന് പലർക്കും ഇച്ചിരിയൊക്കെ സെലിബ്രിറ്റി അല്ലെങ്കിൽ കുറച്ചിതൊക്കെ കഴിഞ്ഞ ഒരു പാസ്റ്ററൊക്കെ ആയി വരുമ്പോഴത്തേക്കും പിന്നെ പ്രാർത്ഥന ലൈഫ് വേണോ എന്ന് വെച്ചാ കർത്താവ് യേശു ക്രിസ്തു
കാൽവരി ക്രൂശിന്റെ തലേ ദിവസം വരെ പോയി പ്രാർത്ഥിച്ചെങ്കിൽ നമുക്കും പ്രാർത്ഥന വേണം. ഹാലേലിയ. പ്രാർത്ഥനാ ജീവിതം നമ്മൾ ഇല്ലെങ്കിൽ നമ്മളെ ശത്രു പെട്ടെന്ന് തകർത്ത് കളയും. യേശു കർത്താവ് പത്രോസിൽ പറയുന്നുണ്ട് അല്ലെ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മൾ പരീക്ഷയിൽ അകപ്പെട്ടു പോകും. കഴിഞ്ഞ ആഴ്ചകാലം അവിടുത്തെ ദേവദാസൻ ഇങ്ങനെ പറയുന്നുണ്ടായി. ഹാലേലിയ. ചിലരൊക്കെ പറയും സഭ വളരുന്നില്ല എന്ന് പറയാറുണ്ട്. ഹാലേലിയ. കാരണം എത്രയായിട്ടും വളരുന്നില്ല. കർത്തവ്യ കുറെ നാളെ ഒരു സഭ വളരണമെങ്കിൽ അവിടെ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ഇടയനാണെങ്കിൽ, ദൈവസന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഇടയനാണെങ്കിൽ നിങ്ങളുടെ ഒരു തുള്ളി കണ്ണുനീർ പാഴാകാതെ ആ സഭ വളർന്നിരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ അവിടെ പ്രാർത്ഥന ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥന വളരെയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ ഇത് തന്നെ എന്ന് പ്രാർത്ഥിക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മള് ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും അല്ല പറഞ്ഞത്. നമ്മുടെ പ്രാർത്ഥന, നമ്മൾ ദൈവവുമായിട്ട് സംസാരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന, നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങും. നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവം പറയാൻ ആ വെളിപ്പാടിലേക്ക് നമ്മൾ കയറാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ പലപ്പോഴും നിങ്ങൾ പേഴ്സണലി പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും, ഞാൻ പേഴ്സണൽ പ്രാർത്ഥിക്കും, ഒരിക്കലും എന്റെ ഒരു കാര്യം പറയാതെ എനിക്കത് ആരെ കുറിച്ച്. പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്ക് സങ്കടം ഞാൻ പറയാം. അന്നേരം ഞാൻ ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കത്തുമില്ല. കാരണം വന്നിരിക്കുമ്പോൾ കർത്താവിന് മുഖത്തേക്കൊന്ന് നോക്കും. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഹാലേലിയ. ആ നോട്ടത്തിൽ നമുക്ക് വേണ്ടുന്നൊക്കെ ദൈവം നമുക്ക് തരികയും ചെയ്യും. ഹാലേലിയ. അത് തരുന്നല്ല, തന്നിരിക്കുന്നുള്ളൂ. നമ്മളത് സമാധാനത്തോടെ സിസ്റ്ററിനോട് പറയാം, സിസ്റ്റർ ഈ മാസം ഞാൻ കുറച്ച് കാശ് ഇത്ര പൈസ അയച്ചേക്കാം. എനിക്ക് ഭയങ്കര സമാധാനം കേട്ട് കഴിഞ്ഞാൽ. കാരണം വിജയ സിസ്റ്റർ പറഞ്ഞാൽ ചെയ്യാം, അല്ലെ സാറാമ്മ സിസ്റ്റർ പറഞ്ഞാൽ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ ഒരാൾ പറഞ്ഞാൽ ചെയ്യുമെന്നുള്ള സമാധാനത്തിൽ നമ്മളിരിക്കും. പക്ഷേ ദൈവം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും നമുക്ക് സമാധാനമില്ല. കുഞ്ഞെ നിനക്ക് വേണമെന്നല്ല, ഞാൻ തന്നു കഴിഞ്ഞു, നിനക്ക് ഒന്നിനും മുട്ടുണ്ടാ, നീ ഒന്നിനെ കുറിച്ചും വിചാരം, ഇന്ന് ഈ വർഷത്തെ എന്നെ കിട്ടി ബാക്കിയതാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, സകലം പ്രാർത്ഥന ദൈവത്തെ അറിയിക്കുക. അവിടെ ഒന്ന് പറഞ്ഞാൽ മതി, നിനക്കുള്ള കിട്ടും. എന്നാലും നമുക്ക് സമാധാനം ഇല്ല. കാരണം എന്താ, ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമാധാനം അല്ലേ? അങ്ങനെയല്ലേ? കാരണം എന്താ, മറ്റേത് നമ്മുടെ മുമ്പ് വന്നത് പറഞ്ഞില്ലല്ലോ. പക്ഷേ നമ്മൾ എപ്പോഴും സമാധാനമായിരിക്കും, കർത്താവിൽ തന്നെ ആയിരിക്കണം സമാധാനപ്പെട്ട. കർത്താവ് നമുക്ക് തരുമെന്ന വിശ്വാസം തന്നെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇവിടെ ഇന്നത്തെ വചനത്തിൽ ഇത്രയും ഞാൻ പറയുന്ന സമയം ഒരുപാട് മുൻപോട്ട് പോയിട്ട് നിർത്തുകയാണ്. ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണ്. അവിടെ പരിപൂർണത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിലും തികഞ്ഞവർ തന്നെയാണ്, പൂർണ്ണതയുള്ളവർ തന്നെയാണ്. അവിടെ നമ്മൾ ഒന്നിനും കുറവുള്ളവർ ആയിരിക്കത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. നമ്മളുടെ ആയിരിക്കും നമ്മുടെ അതോറിറ്റി എന്ന തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അഭിഷേകത്തെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ കർത്താവിൽ പൂർണ്ണരാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ പുത്രത്വത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ വെളിപ്പാട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പിതാവ് മഹത്വപ്പെടുമെന്ന് നമ്മൾ അറിയണം. മഹത്വപ്പെടുന്നത് നമ്മൾ ചെയ്യാവണമെന്ന് അറിയണം. വാക്ക് പറഞ്ഞിട്ട് സാറാമ്മ സിസ്റ്റർ ഞാൻ നാളെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം തിരുവനന്തപുരത്തോട്ട് പോകരുത്. കാരണം എന്താ വെച്ചാ വാക്ക് നമ്മുടെ കർത്താവിന്റെ നാമം നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തിയിലാണെങ്കിലും ഓരോ വലിയ പ്രവൃത്തിയിലാണെങ്കിലും നമ്മുടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. അവിടെ പിതാവിന്റെ നാമമാവും. കർത്താവ് യേശു ക്രിസ്തു ഭൂമി അത് ചെയ്യുന്നതൊക്കെ പിതാവിന്റെ നാമത്തെ മഹത്വപ്പെടും. അതുപോലെ നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്നതും പിതാവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാന്, ക്രിസ്തു നമ്മളോട് വെളിപ്പെട്ട് കാണുവാനുമാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണരാണെന്നുള്ള ചിന്ത ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുള്ള ചിന്തയുണ്ട്, അതിന്റെ എടുത്ത് കളഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടുന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് നമ്മുടെ ഈ മെസ്സേജ് തീരുമ്പം നിങ്ങളുടെ ഹൃദയത്തെ ഒരു കാര്യം വേണം, ഞാൻ ക്രിസ്തുവിൽ പരിപൂർണയാണ് ലൂയ എന്ന്. എനിക്ക് ദൈവം എന്തൊക്കെ കർത്താവ് യേശു ക്രിസ്തു എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്നിലും ഉണ്ട് എന്ന്. കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ എങ്ങനെയായിരുന്നു അതുപോലെ ആകാൻ വേണ്ടി എന്നെ ആക്കി വെച്ച് ഞാൻ ക്രിസ്തു എന്ന പാറമെല്ലാം നിൽക്കുന്നത്. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നിർത്തിയിരിക്കുന്നത്, എന്നുള്ള ക്രിസ്തു വെളിപ്പെടാനാണ് നിർത്തിയിരിക്കുന്നത്. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട്. ഈ ബോധ്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഞാൻ പറയും, നിങ്ങളുടെ ആ ചിന്താഗതി മാറും. നിങ്ങളുടെ അഭിഷേകത്തിന്, നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന അഭിഷേകത്തിന്റെ തല നിൽക്കും. അതോറിറ്റി തിരിച്ചറിഞ്ഞ് നമ്മൾ പറഞ്ഞാൽ മതി അല്ലേ, ഒന്ന് ചെന്നാ മതി, ഒന്ന് നോക്കിയാ മതി. ഒന്നും മിണ്ടണ്ട. പൗലോസും മുഷിഞ്ഞൊന്ന് നോക്കിയതേ ഉള്ളു, അകത്തിരുന്ന ആള് പുറത്തുപോയി അല്ലേ? ലൂയ.
ആമീൻ. അവിടെയൊക്കെ നമ്മൾ ആമീൻ ഈ അതോറിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ അഭിഷേകത്തെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇന്ന് തുടങ്ങി. ഹാലേലിയ. ആമീൻ. ഒരു ഐഡന്റിറ്റി, അതോറിറ്റി, അനോയിന്റിങ്, ഇത് മൂന്നിനെയും ഹാലേലിയ എങ്ങനെ ആയിരിക്കണമെന്ന് ആമീൻ ക്രിസ്തുവിൽ നിന്നുകൊണ്ട്, ക്രിസ്തു എന്ന പാറമേ നമ്മളങ്ങ് സങ്കല്പിക്കും. ഞാൻ പറഞ്ഞു, ഒരിക്കൽ ഞാൻ ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലിരിക്കുമ്പോൾ ഒരു പാസ്റ്റർ വന്ന് എന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചു. കാസ്റ്റർ പറഞ്ഞു, ഞാൻ വെളിപ്പാട് കണ്ടു. അത് കേട്ട ശേഷം എന്റെ ഹൃദയം ഭയങ്കരമായിട്ട് അങ്ങ് തണുത്തു. കാരണം വെച്ചാൽ എന്റെ അവസ്ഥയ്ക്കൊന്നും മാറ്റം വന്നില്ല. പിന്നെ ഞാൻ നിൽക്കുന്ന അവസ്ഥ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട്, ഹാലയില്ല, ആരുമില്ലാതെ ഒരു മരുഭൂമിയുടെ നടുക്ക് നിൽക്കുന്നതായിട്ട് കണ്ടപ്പോ കാസ്റ്റർ എനിക്ക് അങ്ങ് ഭയങ്കര ഹൃദയം ഭയങ്കര സങ്കടം വന്നു. ഹാലയില്ല, എന്റെ കർത്താവേ അതെങ്ങനെ അവിടെ നിൽക്കും. ഹാലയില്ല. ആമേൻ. ഒരു വചനത്തിൽ പറഞ്ഞത്, അവൻ ബാലനല്ല, എങ്ങനെ അത് താകൂ എന്ന് ചോദിക്കുന്ന പോലെ ഹാലയിലുയ ചോദിച്ചു. അപ്പൊ കർത്താവ്, നീ സൂക്ഷിച്ചൊന്ന് നോക്കടാ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോ ഹാലയിലുയ ആ നിൽക്കുന്ന ദൈവത്തിന്റെ കൈക്കുള്ളിൽ ഇങ്ങനെ കൈവെള്ളയിൽ ഇങ്ങനെ നിർത്തിയേക്കുന്നു വലിയ അതിനകത്ത് നിൽക്കുന്നതെന്ന് കാണിച്ചു. ഈ വെളിപ്പാട് ഞാൻ കേട്ടതുകൂടി ഹാലയിലുയ എനിക്ക് ഭയങ്കര ആമേ ഹാല എന്താ പറയാ, നമ്മുടെ ഹൃദയത്തിൽ വലിയ സമാധാനം. കാരണം ഞാൻ എവിടെ അന്ന് തുടങ്ങിയിട്ട് നമ്മൾ ബുദ്ധിമുട്ട് പറയാ ഏതെങ്കിലും ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുമ്പോൾ അല്ല എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വരും, ഒറ്റയ്ക്കല്ല എന്നെ ദൈവത്തിന്റെ കൈക്കുള്ളിൽ നിർത്തിയേക്കുന്നെങ്കിൽ അല്ല എനിക്ക് ഭാരം വേണ്ട എന്നുള്ള ചിന്ത എന്റെ ഉള്ളിലേക്ക് കയറും. അല്ല ഇതുപോലെ നമ്മൾ ക്രിസ്തുവിലെ ആ പാറമേല ഞാൻ നിൽക്കുന്നതും എന്ന ആമെ ക്രിസ്തു എന്ന തലയോടും വളരാൻ എന്നെ നിർത്തിയേക്കുന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. അപ്പൊ നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മറ്റേ ആമെ അതില്ല ഇതില്ല, ഹാല എനിക്ക് ഈ കുറവുണ്ട് ആ കുറവുണ്ട്, ഈ ചിന്ത എല്ലാം മാറിപ്പോകും. ഹാലയില് മാറിപ്പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ അതോറിറ്റി തിരിച്ചറിഞ്ഞ് നിങ്ങൾ അഭിഷേകത്തെ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഹാലയിലിയ വ്യക്തികളിൽ ഇരിക്കുന്ന ആമേ ശക്തികൾ നമ്മളെ കാണത്തില്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്നതിനെ കാണാൻ തുടങ്ങും. ഹാലയില അത് വിട്ടുമാറുന്ന അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. അടയാളങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഹാലയില അതൊരു ഹാലയില എന്താ പറയാ, അത്ഭുത അടയാളം നടന്നില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്നത്. അത്ഭുത അടയാളം നടക്കുന്നെങ്കിൽ ഇത് ഒരു യൂഷ്വൽ തിങ് ആണ്, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ തിങ് ആണ്. സൂപ്പർ നാച്ചുറൽ നാച്ചുറൽ ആയിരിക്കണം അവിടെ അത്ഭുതം. അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. നമ്മൾ വലിയ സൂപ്പർ നാച്ചുറൽ ആയി പറയുമ്പോൾ ഞാൻ പറയും സകലത്തെ ഞാൻ പരീക്ഷ നോക്കിയെന്നല്ല, ദൈവത്തെ പരീക്ഷിക്കുന്നല്ല, ഞാൻ ഇതെല്ലാം പ്രവർത്തിച്ച് നോക്കണം. ഞാൻ പറയും പെട്രോൾ ഇല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിയിട്ടുണ്ട്. ഹാലേലിയ. ടയർ പഞ്ചറായ വണ്ടി ഹാലേലിയ പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ ടയർ ഹാലേലിയ നേരെ ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയും റീസെന്റ് കഴിഞ്ഞ ദിവസം പറയാം ബൾബ് യൂസ് ആയപ്പോട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മഴ പെയ്യരുത്, ഞാൻ കൈ കത്തി പറഞ്ഞാൽ മഴ പെയ്യത്തില്ല. ഹാലേലിയ. പെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെയ്യും. അങ്ങനെ എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും ഹാലയില് ഈ പ്രകൃതിയെ പോലും ചലിപ്പിക്കാൻ നമുക്ക് ദൈവം അതോറിറ്റി തന്നിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് തന്നെ ഹാലയില്ല. അപ്പൊ മറ്റുള്ളവർ മുമ്പ് ഞാൻ എന്റെ വീട്ടുകാരൊക്കെ മുമ്പ് വെച്ചാൽ ഞാൻ പോരാകുമ്പോ മഴ ഞാൻ കർമ്മയും മുടി പറയും കൈ എത്തി പറയും പെയ്യരുത്, ഞാൻ പോയി വരുന്നത് പറയാം പെയ്യത്തില്ല. കാരണം എനിക്ക് പറയുമ്പോ എനിക്ക് ഒരു ഉള്ളിലൊരു ബോധ്യമുണ്ട്, ഞാൻ പറഞ്ഞാൽ അത് പ്രകൃതി കേൾക്കുമെന്ന് നമുക്ക് ബോധ്യം വന്നു. ഈ അതോറിറ്റി നമ്മൾ ഇന്ന് തുടങ്ങിയിട്ട് ഹാലില്ല നിങ്ങൾ ഓരോരുത്തരും ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഇടം, നിങ്ങൾ ഹാലില്ല നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തൊക്കെ നിങ്ങളുടെ ഹൃദയം എത്രത്തോളം ഹാലില്ല ആ അതോറിറ്റി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അധികാരം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷമല്ലേ എല്ലാവർക്കും. അതുകൊണ്ടല്ല കസേരക്കൊക്കെ എല്ലാവരും കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ ഈ അതോറിറ്റി നമുക്ക് ആ കസേര ഒന്നും വേണ്ട. നമുക്ക് ദൈവം നമ്മളെ ഇരുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ വലതു ഭാഗത്ത് കർത്താവ് യേശു ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തിയേക്കുക. ആ പുത്രത്തിൽ നമ്മൾ നിന്നാൽ മാത്രം മതി. ഈ ദിവസങ്ങളിൽ ഹാലയിൽ ഇത് മനസ്സിലാക്കി ഓപ്പറേറ്റ് ദൈവ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.